ഒരു പണ്ഡിതൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലോകം മരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാറായി, ഇനി കൂടുതൽ കാലം ഈ ലോകം ഉണ്ടാവൂല. കാരണം നല്ല ആലിമീങ്ങളൊക്കെ വഫാത്താകുകയാണ്, നല്ല ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ബഹുമാന്യരായ ശൈഖുന കെ.പി. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ഞാൻ ഉൾപ്പെടെയുള്ള 10,000 വരുന്ന പണ്ഡിതന്മാർ, മന്നാനിമാര് മാത്രമല്ല, ബാക്തവിമാരും ഫൈസിമാരും ഉൾപ്പെടെ, ഖാസിമമാരും സഖാഫിമാരും ഉൾപ്പെടെ, അഹ്സനിമാരും ഹസനിമാരും ഉൾപ്പെടെയുള്ള 100 വരുന്ന സനദുകൾ വാങ്ങിച്ച പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാരുടെയൊക്കെ ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമാ കെ.പി. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വിനയത്തിന്റെ പ്രതീകമാണ്, എളിമയുടെ പര്യായപദമാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്. ഉസ്താദിനെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സദസ്സിൽ നമുക്കിനി പറയാതിരിക്കാൻ നിർവാഹമില്ല, പറഞ്ഞേ മതിയാവുകയുള്ളൂ. കാരണം അത്രത്തോളം നമ്മുടെ നാടിനെ, വിശ്വാസി ഹൃദയത്തിനെ സ്വാധീനിച്ച ഒരു മഹാപണ്ഡിതൻ, ഒരു സംഘടനകൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു പണ്ഡിതൻ, അത് ശൈഖുന നൂറുൽ ഉലമാ ഉസ്താദ് അവർകളാണ്. ഒരു പണ്ഡിത സഭകൾക്കും, ഒരു പുത്തൻവാദികൾക്കും, ഒരു സംഘടനകൾക്കും, ഒരു പ്രസ്ഥാനങ്ങൾക്കും, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വാക്കുകൊണ്ട് എന്നല്ല, ഒരു അക്ഷരം കൊണ്ട് പോലും ശത്രുതയില്ലാത്ത, ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് ശൈഖുന നൂറുൽ ഉലമാ ഉസ്താദ്. ഉസ്താദ് നമ്മുടെ തണലായിരുന്നു, ജീവന്റെ ജീവനായിരുന്നു. എന്ത് സങ്കടങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും ഉസ്താദിനോട് വിളിച്ചിട്ട്, ഉസ്താദെ ദുആയിരക്കണം, ഇന്നതാണ് വിഷമം, ഇന്നതാണ് സങ്കടം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഉസ്താദ് ദുആയിരക്കും. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഒരിക്കൽ എൻ്റെ മകൾക്ക്, എൻ്റെ ചെറിയ മകൾക്ക് പ്രസവിച്ച ഉടനെ തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ആരിപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്നും SAT ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. ഞാൻ ആംബുലൻസിലിരുന്നും കരഞ്ഞു. കാരണം പ്രസവിച്ച ഉടനെ തന്നെ ഒരു രോഗം, എന്തോ ഒരു സംശയം വന്നിട്ട് അതിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി വിട്ടതാണ്. ആംബുലൻസിലിരുന്ന് ഞാൻ അങ്ങേയറ്റം വരെയും സ്വലാത്ത് ചൊല്ലി കരഞ്ഞു. പ്രിയപ്പെട്ട അവിടെ ചെന്നു, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ അവർ പറഞ്ഞു ബോൺമാരോ ചെയ്യണമെന്ന് പറഞ്ഞു. മകളുടെ നട്ടെല്ല് കുത്തിയെടുത്തിട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിഞ്ചു കുഞ്ഞാണ്, ചോര പൈതലാണ്. സഹോദരങ്ങളെ, എൻ്റെ ഹൃദയം തകർന്നുപോയി. ഉടനെ ഞാൻ അടുത്തതായി ചെയ്തത്, എൻ്റെ മൊബൈൽ എടുത്തിട്ട് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന കെ.പി. ഉസ്താദ് അവർകളെ വിളിച്ചു. ഞാൻ, ഉസ്താദ് ഇന്നതാണ് കാര്യം. ഉസ്താദ് ഉടനെ ദുആയിരുന്നു, ഇൻഷാ അല്ലാഹ് മോനെ വിഷമിക്കണ്ട, സലാമത്താകും, അല്ലാഹു സംരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ഒന്നും ഉണ്ടാവൂല മോനെ എന്ന് പറഞ്ഞു. അതേപോലെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ബോൺമാരോ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. നട്ടെല്ലിന് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയവർക്ക് പോലും അസഹനീയമാണ്. ഒരു ചെറിയ ഒരു ശരീരത്തിൽ സൂചി കുത്തിയിറക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേദനയായിരിക്കും. അല്ലാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ഉസ്താദിന്റെ ദുആയും തൊട്ടുടനെയുള്ള ആശുപത്രിയിലെ ഡോക്ടറുടെ ആ മറുപടിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും എൻ്റെ ഹൃത്തടങ്ങളിൽ അലയടിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഇനി പരിശോധിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല. ഇതുവരെയും അൽഹംദുലില്ലാ മകൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എല്ലാവർക്കും പലർക്കും പറയാനുണ്ടാകും. പണ്ഡിതന്മാർക്ക് മാത്രമല്ല, സാധാരണ ആളുകൾക്ക് പോലും ഉസ്താദിനെ കുറിച്ച് ധാരാളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാനുണ്ടാകും. അല്ലാഹു ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഇൽമിന്റെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ